നമസ്കാരം, ഞാൻ ഡോക്ടർ രാജേഷ് വി പിള്ളൈ, കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ, ട്രോമ ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, കിംസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. ഹിപ്പ് ആൻഡ് നീ ആണ് കോമണായി ചെയ്തു വരുന്ന ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ്. യൂഷ്വലി തേയ്മാനം കൊണ്ടുവരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ വാതരോഗം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ മുൻപ് എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു ട്രോമയുടെ ഭാഗം, അല്ലെങ്കിൽ ഫ്രാക്ചറോ ലിഗമെൻ്റ് ഇഞ്ചുറിയോ തുടങ്ങി തേയ്മാനം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ്. ഈ 3 കാരണങ്ങളാലാണ് സാധാരണമായി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ഇന്ത്യയിൽ കൂടുതലായി കാണുന്നത് മുട്ട് തേയ്മാനമാണ് കൂടുതലായി കാണുന്നത്, നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. വെസ്റ്റേൺ പോപ്പുലേഷനിൽ കൂടുതലും ഹിപ്പ് ആർത്രൈറ്റിസ് ആണ് കാണുന്നത്. എന്നാൽ ഇന്ത്യയിൽ അവാസ്കുലർ നെക്രോസിസ്, അതായത് ഹിപ്പിലേക്കുള്ള രക്തോട്ടം നഷ്ടപ്പെട്ടിട്ട് ഹിപ്പ് ജോയിൻറ്റിൽ ആർത്രൈറ്റിസ് വരികയും, അല്ലെങ്കിൽ മുൻപുണ്ടായിട്ടുള്ളൊരു ഇഞ്ചുറിയുടെ ഭാഗമായി ഹിപ്പിലേക്കുള്ള രക്തോട്ടം നഷ്ടപ്പെടുകയും ചെയ്താൽ ഹിപ്പിന് ആർത്രൈറ്റിസ് വരാം. ഈ 2 സാഹചര്യങ്ങളിലും ഹിപ്പിൻ്റെ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ്, അതായത് ജോയിൻറ്റ് സ്മൂത്താക്കുക എന്നാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാമേജായ ജോയിൻറ്റിൻ്റെ പാർട്ട് റിമൂവ് ചെയ്യുകയും അതിന് പകരമായി ഒരു മെറ്റാലിക് അല്ലെങ്കിൽ സെറാമിക് കമ്പണൻ്റ് ഇട്ട് ആ ജോയിൻറ്റിനെ വീണ്ടും ഫങ്ഷണൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പൊതുവെ ലോഞ്ചിവിറ്റി കൂടുതലാണ്. 25 to 30 ഇയേഴ്സ് വരെ ഇപ്പോഴുള്ള പുതിയ മെറ്റീരിയൽസിൽ ചെയ്യുന്ന ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റുകൾ ലാസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നീ റീപ്ലേസ്മെൻ്റ് ആകട്ടെ, അതിൻ്റെ ലോഞ്ചിവിറ്റി പൊതുവെ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. എന്നാലും 20 ഇയേഴ്സ് അതിന് ഒരു ലോഞ്ചിവിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നീ റീപ്ലേസ്മെൻറ്റ് പലപ്പോഴും ഒരു എൻ സ്റ്റേജ് പ്രൊസീജിയറായിട്ടാണ് വേണം ചെയ്യേണ്ടത്. 60 ഇയേഴ്സ് ആണ് ഒരു കട്ട് ഓഫ് പോയിൻ്റ്. പലപ്പോഴും അതിന് മുമ്പും ചെയ്യേണ്ടി വന്നേക്കാം. അത് രോഗത്തിൻ്റെ അവസ്ഥ പോലുണ്ടാവും. വളരെയധികം ഡാമേജായ ജോയിൻ്റ് ആണെങ്കിൽ ഒരുപക്ഷെ അതിന് മുൻപുമൊക്കെ ചെയ്യേണ്ടി വരാം. നീ റീപ്ലേസ്മെൻറ്റിന് ശേഷം ഏറ്റവും പ്രധാനം ഫിസിയോതെറാപ്പിയാണ്, മസിൽ റീഹാബിലിറ്റേഷൻ. പലപ്പോഴും പല മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആക്ടിവിറ്റി ലെവൽ കുറവുള്ളവരായിരിക്കും നീ റീപ്ലേസ്മെൻറ്റ് എത്തുക. അവരുടെ മസിൽ ടോണും വളരെയധികം പൂറായിരിക്കും. അതുകൊണ്ട് തന്നെ പോസ്റ്റ് സർജറി അവർക്കൊരു നല്ല റീഹാബിലിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട്സ് നന്നാവുള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടും ഞാൻ നടക്കുന്നില്ല എന്നുള്ള പരാതിയും, നീ റീപ്ലേസ്മെൻറ്റ് ഒരു ഫെയിലിയർ സർജറി ആണെന്ന് പോലും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷനാണ്. പലപ്പോഴും കുറേ കാലമായി നടക്കാതിരിക്കുന്ന ഒരാളിൻ്റെ മസിലിൻ്റെ ടോൺ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പണ്ട് നടന്നതുപോലെ നടക്കാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതിൻ്റേതായ ഒരു എഫേർട്ടും റീഹാബിലിറ്റേഷനും തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നാൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കുറേ കൂടി റീഹാബിലിറ്റേഷൻ അത്രത്തോളം വേണ്ടി വരുന്നില്ല. കാരണം ഹിപ്പ് കുറേ കൂടി ഒരു പവർഫുൾ മസ്കുലർ റീജനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഫോഴ്സ് തന്നെ പ്രൊപ്പല് ചെയ്തോളും. എന്നിരുന്നാലും ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം ഒഴിവാക്കാൻ സാധിക്കില്ല. ഒരു നീ റീപ്ലേസ്മെൻറ്റിന് ശേഷം നോർമൽ ആക്ടിവിറ്റീസ്, അതേ പ്രായത്തിലുള്ള ഒരാളുടെ എല്ലാ നോർമൽ ആക്ടിവിറ്റീസും ആ വ്യക്തിക്ക് ചെയ്യാവുന്നതാണ്. സ്ക്വാറ്റിംഗ്, അതായത് ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഉപയോഗിക്കുന്ന ഒഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലുള്ള നോർമൽ ആക്ടിവിറ്റീസ്, ക്ലൈംബിംഗ് സ്റ്റെയർസ്, വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. സർജറി കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് തന്നെ വിത്ത് വോക്കർ സപ്പോർട്ട് നടന്നു തുടങ്ങാം. ഒരാഴ്ചയോ 10 ദിവസമോ കഴിയുമ്പോൾ വോക്കറിൻ്റെ സപ്പോർട്ടും ഒഴിവാക്കാം. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ അടുത്ത ദിവസം തൊട്ട് തന്നെ നടന്നു തുടങ്ങും. ഒരു വോക്കർ സപ്പോർട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ 10 ദിവസത്തേക്കോ ഒക്കെ വേണ്ടി വന്നേക്കാം. അതിനുശേഷം ഒരു വളരെ കാലമായി നടക്കാതിരുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഒരു സ്റ്റിക്ക് സപ്പോർട്ട് കുറച്ച് ദിവസത്തേക്ക് കൂടി വേണ്ടി വന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞൊരു പേഷ്യൻറ്റും അതേ പ്രായത്തിലുള്ള ഒരാൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അവർക്കും ചെയ്യാം. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞവരും ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ വളരെ ലോ സ്റ്റൂൾ ചെയറിലിരിക്കാനോ പാടില്ല. കുറച്ച് ഹൈറ്റായിട്ടുള്ള സ്ഥലങ്ങളിലിരിക്കുന്നതായിരിക്കും ആ ഹിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക്, അതായത് അതിനെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പലപ്പോഴും 20 വയസ്സുകളിൽ പോലും ഹിപ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് പേഷ്യൻറ്റ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ലൈഫിന് ഒരിക്കലും ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് തടസ്സമാവുന്നില്ല. അതേസമയം നീ റീപ്ലേസ്മെൻറ്റ് കുറേ കൂടി പ്രായമായവരിലാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രായത്തിനുള്ള ആക്ടിവിറ്റി ലെവൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം.